ഹലോ ഗൈസ്, വെൽക്കം ടു മീരാസ് വണ്ടേഴ്സ്. ഇന്ന് ഞാൻ എൻ്റെ ഒരു സിമ്പിൾ ലഞ്ചാണ് കേട്ടോ കാണിക്കുന്നത്. രാവിലെ തന്നെ ഞങ്ങൾ മാർക്കറ്റിൽ പോയി 3-4 കൂട്ടം മീനൊക്കെ വാങ്ങിച്ചു, പിന്നെ കുറച്ച് പച്ചക്കറിയും വാങ്ങിച്ചു. ഇന്ന് ഞങ്ങളുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നല്ല കപ്പയും ചെമ്മീനും കൂടെ തേങ്ങാപ്പാലിൽ വെച്ചൊരു കറിയും കോവയ്ക്ക മെഴുക്കുവരട്ടിയും പിന്നെ നല്ല മീൻ പൊരിച്ചതും. ആദ്യം തന്നെ കോവയ്ക്ക നീളത്തിൽ അരിഞ്ഞു വെച്ചു. പിന്നെ ചെമ്മീൻ പൊളിക്കുന്ന ഇത്തിരി ബുദ്ധിമുട്ടുള്ള പരിപാടിയാണെന്ന് അറിയാമല്ലോ, പക്ഷേ എങ്കിലും അതിൻ്റെ ടേസ്റ്റ് ഓർത്ത് കഷ്ടപ്പെട്ടിരുന്ന് ഞാൻ അതെല്ലാം പൊളിച്ചെടുത്തു ഗൈസ്. പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു കേട്ടോ. കറിക്കുള്ള മസാല റെഡിയാക്കലും കപ്പ വേവിക്കലും ചെമ്മീൻ വേവിക്കലും. ചെമ്മീൻ വെന്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ അതിൽ നിന്ന് കുറച്ചൊക്കെ പെറുക്കിയൊക്കെ തിന്ന് കേട്ടോ. ഏകദേശം 1 മണിക്കൂർ കൊണ്ട് ഞങ്ങളുടെ അടുക്കളയിലെ പണിയെല്ലാം തീർന്നു. പിന്നെ നല്ല നാടൻ വെളിച്ചെണ്ണയിൽ വറുത്ത മീൻ പൊരിച്ചതിൻ്റെ ടേസ്റ്റ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. വറക്കാനായിട്ട് ഫിലോപ്പിയാണ് എടുത്തത് കേട്ടോ. ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് മുഴുവനെ എടുത്ത് വറക്കണം എന്നാണ് വിചാരിച്ചത്. പക്ഷേ ആ ക്ലീൻ ചെയ്ത് തന്ന ചേട്ടനുണ്ടല്ലോ, അത് കറി പീസാക്കി മുറിച്ചിട്ടുണ്ടായി. അതുകൊണ്ടാണ് കേട്ടോ. ഇന്നത്തെ ലഞ്ചിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതൊന്നും അല്ല കേട്ടോ. നമ്മുടെ ചെമ്മീനും കപ്പയും കൂടെയുള്ള ചാറുകറിയാണ് കേട്ടോ. നല്ല തേങ്ങാപ്പാലിൽ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നല്ലതായിട്ട് വെന്ത കപ്പയും ചെറിയ ചെമ്മീനും കൂടെ ചേർത്തിട്ട് നല്ല അടിപൊളി ഒരു കറിയായിരുന്നു കേട്ടോ അത്. അങ്ങനെ പണിയെല്ലാം തീർത്ത് കുളിച്ച് ഞാൻ കഴിക്കാനായിട്ട് വന്നിരുന്നു കേട്ടോ. പാത്രത്തിൽ ഞാൻ ചോറും കറികളും എല്ലാം എടുത്തു. ഇതിൻ്റെ കൂടെ ഞാൻ പ്രത്യേകിച്ച് ചാറുകറിയോ വേറെ അച്ചാറോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. കാരണം ഈ തേങ്ങാപ്പാലിൽ ഒഴിച്ച് ഈ കറിയില്ലേ, അത് തന്നെ ധാരാളമാണ് കേട്ടോ. എനിക്ക് വീട്ടിലിരിക്കുന്ന ദിവസം ഇത്തിരി നാടൻ ഫുഡ് കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമായത് കൊണ്ടിട്ട് ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ ഇതെല്ലാം ഉണ്ടാക്കും കേട്ടോ. നല്ല ബീഫും കപ്പയും എല്ലും കപ്പയും ഒക്കെ കഴിക്കുന്നവർക്കുണ്ടല്ലോ, തീർച്ചയായും ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണ് കേട്ടോ ഈ ചെമ്മീനും കപ്പയും. അടിപൊളി കോമ്പിനേഷനാണത്. അപ്പോൾ ഇതുവരെ ഇതുണ്ടാക്കിയിട്ടില്ലാത്തവർ തീർച്ചയായും ഇതുണ്ടാക്കി നോക്കണേ. പിന്നെ നല്ല ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മളെല്ലാവരും അധ്വാനിക്കുന്നത്. ആ ഭക്ഷണം കഴിക്കുമ്പോൾ ഉള്ളൊരു സന്തോഷമുണ്ടല്ലോ, അത് നിങ്ങൾക്ക് എൻ്റെ മുഖത്ത് നോക്കിയാൽ മനസ്സിലാവും കേട്ടോ. അങ്ങനെ ഈ കറികളും കൂട്ടി ഞാൻ വളരെ ഹാപ്പി ആയിട്ടൊരു ലഞ്ച് കഴിച്ചു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബായ്.